ഹായ്, ഞാൻ ഡോക്ടർ അനിഷ സൂരജ്. ഇന്ന് വേൾഡ് ആസ്ത്മ ഡേ. ശ്വാസനാളങ്ങൾ വീർക്കുകയും ഇടുങ്ങിയതുമാവുന്ന ഒരവസ്ഥയാണ് ആസ്ത്മ. ഒരുപാട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്വസന തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാവാം. ഒരു ആസ്ത്മ രോഗിയുടെ ശ്വാസകോശത്തിന് അകത്തേക്കോ പുറത്തേക്കോ വായു സഞ്ചരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കഠിനമായ ചുമ, ശ്വാസതടസ്സം, ചെസ്റ്റ് ടൈറ്റ്നസ്, ക്ഷീണം, സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇത് എല്ലാ പ്രായക്കാരിലും ഒരേപോലെ തന്നെ ബാധിക്കുന്നതാണ്. ആയുർവേദത്തിൽ ഇതിനെ പ്രാണവായു സ്രോതവികാരമായിട്ടാണ് കാണുന്നത്. ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെയും വിഷവസ്തുക്കളെയും പുറന്തള്ളുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനായി ആയുർവേദത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ള ചില ചികിത്സകളെക്കുറിച്ച് നമുക്കറിയാം. അതിലൊന്നാമത് വമനം. ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ച് ചികിത്സാപരമായി ഛർദ്ദിപ്പിക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിഷവസ്തുക്കൾ അല്ലെങ്കിൽ കഫദോഷത്തെ നീക്കം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ്, നസ്യം. നാസികാദ്വാരം വഴി ഔഷധ എണ്ണകളോ ഔഷധ പൊടികളോ നൽകുന്ന ഒരു ചികിത്സയാണ് നസ്യം. മൂക്കിലെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി ശ്വാസം മെച്ചപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഭക്ഷണക്രമം. ഭക്ഷണം ക്രമീകരിച്ചത് കൊണ്ട് മാത്രം ആസ്ത്മ ക്യൂർ ആവുമെന്നല്ല, ബട്ട് ഒരു പരിധി വരെ സഹായിച്ചേക്കാം. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, അതായത് വൈറ്റമിൻ സി, ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഓരോ വ്യക്തിക്കും അലർജി ഉണ്ടാക്കുന്നത് ഏത് ഭക്ഷണമാണോ അത് ഒഴിവാക്കുക എന്നതാണ് അടുത്തത്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് കഴിക്കുക, ഫോർ എക്സാമ്പിൾ പാല്, മുട്ട പോലുള്ളവ. പിന്നെ ഒബേസിറ്റി, അമിതഭാരം ആസ്മയെ കൂടുതൽ വഷളാക്കും. അല്പം ഭാരം കുറയ്ക്കുന്നത് പോലും ലക്ഷണങ്ങൾ കുറയ്ക്കാൻ കാരണമാകും. ഇനി ലാസ്റ്റ്, പ്രാണായാമം. ശ്വസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആയുർവേദ രീതികളുടെ ഒരു പ്രധാന ഭാഗമാണ് പ്രാണായാമം, അല്ലെങ്കിൽ ശ്വാസ നിയന്ത്രണം എന്നൊക്കെ പറയാം.